പക്ഷെ ടൊവിനോനെ നമ്മൾ അപ്രോച്ച് ചെയ്ത് ഒരിക്കലും ടൊവിനോയുടെ സ്റ്റാർഡമോ അങ്ങനെ ഒരു സ്റ്റാർ അത് ഒന്ന് യൂട്ടിലൈസ് ചെയ്യാനല്ല. ടൊവിനോനെ നമ്മളൊരു പ്രോപ്പർ ആക്ടറായിട്ടാണ് അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. ഹി ഹാസ് ഡൺ എ ഫാന്റാസ്റ്റിക് ജോബ്. നമ്മൾ ഇതുവരെ കാണാത്തൊരു ടൊവിനോ ആയിരിക്കും കാണാൻ പോകുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അമ്മേനെ അത്രക്ക് ടഫായിട്ട് ഞാൻ കാണുന്നില്ല. ഐ റിയലി ലവ് ഹർ. എനിക്ക് അവളെ ശരിക്കും ഐ റിയലി അണ്ടർസ്റ്റാൻഡ് ഹർ. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടൊരു അഡ്വക്കേറ്റ് ആയിട്ടാണ് ഞാൻ വന്ന് പെർഫോം ചെയ്യുന്നത്. ട്രെയിലർ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് തന്നെ മൈ പേരൻസ് ആർ മച്ച് മോർ പാഷനറ്റ് ദൻ ഐ ആം അബൌട്ട്. ഈ അടുത്ത് മോഹൻലാലിൻ്റെ ഒരുമിച്ചുള്ള കൊളാബ് വരുന്നു എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. അച്ഛൻ തന്നെ ഒരു പോസ്റ്റർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അച്ഛൻ എന്തിനായിട്ട് എനിക്ക് അച്ഛനോട് തന്നെ ചോദിക്കണം. എനിക്ക് ആഗ്രഹമുണ്ട് ലാലേട്ടൻ പടം ചെയ്യാൻ. ഒരു കഥ ഉണ്ടായിട്ട് അതിൽ മമ്മൂട്ടി എന്നുള്ള സ്റ്റാറോ അല്ലെ മോഹൻലാൽ എന്നുള്ള സ്റ്റാറിന് പോകുന്നതിനെ കാണും. ടേക്ക് ദ ആക്ടേഴ്സ് ഔട്ട് ഓഫ് ദം ആൻഡ് അങ്ങനെ ആയിരിക്കും ഒരു സ്റ്റാറിനോട് കൊളാബറേറ്റ് ചെയ്യുന്നതാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ പിക്ക് ചെയ്യുകയാണെങ്കിൽ ലാലേട്ടനെ ഏത് ജോണറിൽ കൊണ്ടിടാനായിരിക്കും ചിദംബരത്തിന്? അങ്ങനെയില്ല, അത് ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് കഥ. ലാലേട്ടൻ എന്ന് പറഞ്ഞ പൊടി പറക്കണം, സ്ക്രീൻ വന്നാ വീശ പിരിക്കണം, പൊടി പറക്കണം, അത് രണ്ടും നടത്തിയിരിക്കും. അതെന്തായാലും ഉണ്ടാവൂല്ലേ? പിന്നെ ലാലേട്ടൻ കൊണ്ടുവന്ന് അത്രയും നമ്മൾ ചെയ്യണ്ടേ. കാരണം അത് ഫാൻസ് എക്സ്പെക്ട്. ആൻഡ് ലാലേട്ടൻ്റെ പടങ്ങൾ സെലിബ്രേഷൻ ആണ്. മമ്മൂക്കെ എടുക്കുവാണെങ്കിൽ ഏത് ജോണറായിരിക്കും? മമ്മൂക്കെ കൊടുക്കുകയാണെങ്കിൽ റിവെഞ്ച് ത്രില്ലർ മേബി. കോമഡി എന്തായാലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു കമ്മിങ് ഓഫ് ഏജ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. റൊമാൻസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് എല്ലാം ചെയ്യണം. ഒരു റോം കോം ആണെങ്കിൽ ആരായിരിക്കും ഇഷ്ടപ്പെട്ട കോ ആക്ടർ? അയ്യോ, ഈ പറഞ്ഞ പോലെ നിമിഷയുടെ ഈ ഫസ്റ്റ് സിനിമയിൽ ഞാനുണ്ട്. ഞാൻ അസിസ്റ്റന്റ് ക്യാമറമാൻ ആണ് അതിൽ. അപ്പം അതിൽ നിമിഷയെ കാണുമ്പോഴും വി ന്യൂ ലൈക്ക് ഷീ ഈസ് ഗോയിങ് പ്ലേസസ്. വി ന്യൂ ഷീ ഈസ് എ ഫാന്റാസ്റ്റിക് ആക്ടർ. അതേ സെയിം ഫീൽഡ് ഐ ഗോട്ട് ഫ്രം ഹർ. മീഡിയ വൺ ഷോമോളിൽ ചിദംബരം ആൻഡ് ഫർസാന, സ്വാഗതം. മഞ്ഞുമൽ ബോയ്സിന് ശേഷം ബാലൻ. ജാനേമൻ സ്വന്തം ബർത്ത്ഡേക്ക് ഉണ്ടായ ഒരു അനുഭവത്തിൽ നിന്നുണ്ടായിരുന്ന ഒരു പ്ലോട്ടാണ്. മഞ്ഞുമൽ ബോയ്സ് ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു സബ്ജക്റ്റാണ്. ബാലനിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും കഥയോ എന്തെങ്കിലും റെഫറൻസോ കേസോ എന്തെങ്കിലും ഇതിന് കാരണമായിട്ടുണ്ട്? എല്ലാം ഇത് ജിത്തുവിന്റെ തന്നെ കഥയാണ്. ഞാനത് പോയി ജിത്തുവിന്റെ കഥയാണ് ബാലൻ. ജിത്തുവിൻ്റെ അടുത്ത് പോയി കേട്ടപ്പോൾ തന്നെ ഇതിലൊരു വലിയ സിനിമയുണ്ട്, ഇമോഷണലി ഇറ്റ്സ് ബിഗ് എന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് സിനിമയിലേക്ക് വന്നത്. ആത്മകഥാംശം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത് എന്തെങ്കിലും വരും. അത് നമ്മൾ തന്നെ അറിയാണ്ട് എന്തെങ്കിലും പടത്തിലുണ്ടാവും. ചൈൽഡിൻ്റെ ബിഹേവിയർ ആയാലോ മദറിൻ്റെ ബിഹേവിയർ എന്തെങ്കിലും ഒന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്പർശിച്ച് എന്തെങ്കിലും നമ്മൾ അറിയാണ്ട് തന്നെ വരുന്നതാണ് എൻ്റെ വിശ്വാസം. അതിലൊരു സർപ്രൈസ് ക്യാരക്ടറാണ് ഫർസാന. ട്രെയിലർ കണ്ടപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് കണക്റ്റായ ഭയങ്കര രസം തോന്നിയ ഒരു കഥാപാത്രം. എങ്ങനെയുണ്ട് ലോഞ്ച് ക്യാരക്ടർ? എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയാം. വെരി ഹാപ്പി. ഇത്രക്കും ടാലൻറ്റഡ് ആയ എസ്റ്റാബ്ലിഷ്ഡ് ആയ ടെക്നീഷ്യൻസിൻ്റെ കൂടെ എൻ്റെ ഫസ്റ്റ് സിനിമ വരാമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് ഡീൽ. സോ ഐ എം ജസ്റ്റ് വെരി എക്സൈറ്റഡ്. ട്രെയിലർ വന്നതിന് ശേഷമുള്ളൊരു റിസപ്ഷൻ എങ്ങനെയുണ്ട്? അമേസിങ്. ഞാൻ ആക്ച്വലി തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഓഫ്കോഴ്സ് സുഷിൻ്റെയും പിന്നെ ഷൈജുക്കാരുടെ വിഷ്വൽസും പിന്നെ കുട്ടേട്ടൻ്റെ എഡിറ്റിങ്ങും അതെല്ലാം ഷുവർ അതിന് അപ്ലോസ് കിട്ടുമെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ അമ്മയോടുള്ള ആ സ്നേഹം ഐ ഡിഡ് നോട്ട് റിയലി എക്സ്പെക്ട് ഇറ്റ് ടു ബി ദാറ്റ് ലെവൽ. ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. ഫർസാന എങ്ങനെയാണ് ഈ ബാലൻ്റെ അമ്മയായിട്ട് വരുന്നത്? ഫർസാന വാസ് എ ബ്ലെസ്സിങ് ബിക്കോസ് കുറേ പേരെ നമ്മൾ ഓഡീഷൻ ചെയ്തു. ആൻഡ് ഐ വാണ്ടഡ് എ ന്യൂ ഫേസ് ബിക്കോസ് ഒട്ടും പ്രഡിക്റ്റബിലിറ്റി പാടില്ല. ആരാണ് ഇയാളെ വിശ്വസിക്കാമോ? ഇയാളെ പരിചയമില്ലല്ലോ. വാട്ട് വിൽ ഷീ ഡു നെക്സ്റ്റ്? എന്തായിരുന്നു ഇവൾ? അതൊന്നും നമുക്ക് ഒട്ടും പ്രഡിക്റ്റബിൾ അല്ല ഒരു പുതിയ ഫേസ്. അതുകൊണ്ടാണ് ഞാൻ പുതിയ ഫേസിന് വേണ്ടി സെർച്ച് ചെയ്തത്. ആൻഡ് ഇറ്റ് വാസ് നോട്ട് ആൻ ഈസി ജോബ്. ലൈക്ക് ഗണപതിയാണ് കാസ്റ്റ് ചെയ്തത്. സോ എല്ലാ ദിവസവും ഞാൻ റിജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എത്ര പേരെ? 2000-ഓളം. എനിക്ക് നമ്പേഴ്സ് അറിയില്ല, ബട്ട് ലോട്ട്. ലൈക്ക് അന്ന് ഓഡീഷന് തന്നെ കുറേ ആൾക്കാർ. ഐ ഹാവ് ടു സേ നോ ടു എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ്, ലോട്ട് ഓഫ് ഗ്രേറ്റ് ആക്ടേഴ്സ് ലൈക്ക് ഓൾറെഡി. പക്ഷേ ബിക്കോസ് ഐ വാണ്ടഡ് എ ന്യൂ ഫേസ്, അൺപ്രഡിക്റ്റബിലിറ്റി വേണം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഫർസാനൻ്റെ ഓഡിഷൻ ടേപ്പ് കാണുന്നത്. ആൻഡ് ആസ്ക്ഡ് ടു കം ഡൗൺ. അപ്പോൾ ഞാൻ അപ്പോഴത്തേക്കും ഞാൻ ആദിശേഷൻ ആ പയ്യനെ കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ദേ ഹാഡ് എ സിമിലാരിറ്റി, കണ്ണുകൾ ഒരേപോലെയാണ്. അങ്ങനെ തന്നെയാണ് ഫർസാനെ അതിലേക്ക് ലോക്ക് ചെയ്യാനുള്ള കാരണം. ഇറ്റ് വാസ് എ ഗുഡ് ഡിസിഷൻ ഐ തിങ്ക്. ആ ഒരു സിമിലാരിറ്റി മാത്രമാണോ? ഫർസാനയുടെ കണ്ണിനല്ലാതെ തന്നെ ഒരു പ്രത്യേകത ഉണ്ട്? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ക്യാരക്ടറായിട്ട് മാച്ച് ആവുന്ന ഒരു ഒരു ചെറിയ എന്തോ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഇല്ലേ? എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അതായിരുന്നു ഞാൻ നോക്കിയത്. കിട്ടിയല്ലോ, അത് മതി.
ഏതൊക്കെ ഒരുപാട് മെയിൻ ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഇൻഡസ്ട്രിയിലുള്ള താരങ്ങളോട് നോ പറയേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവരെല്ലാവരും ഓഡീഷന് വേണ്ടി സമീപിച്ചിരുന്നു. അല്ല എനിക്കറിയാം അവരുടെ അടുത്ത് നോ പറയണ്ടെന്ന് വെച്ചാൽ അങ്ങനെ ഒരു നോ അവരങ്ങനെ എന്നോട് അങ്ങനെയല്ല എന്താ അത് ഇത് പുതിയ ആൾക്കുള്ളതാണ്. ആൻഡ് ഓൾ ഓഫ് ദം ആർ കേപ്പബിൾ ഓഫ് ഡൂയിങ് ഇറ്റ്. ലൈക്ക് കുറേ ആൾക്ക് ബ്രദർ അപർണയുണ്ട്, നിമിഷ, പാർവതി, there are a lot of people who are very capable of doing it. Nayanthara, അങ്ങനെ കുറേ ആൾക്കാർ, മഞ്ജു ചേച്ചി. But I wanted a new face. They're all capable and they would have done a great job, fantastic job. പക്ഷേ I wanted a new face. ഈ അൺപ്രഡിക്റ്റബിലിറ്റി അതായിരുന്നു എൻ്റെ മെയിൻ ഫാക്ടർ. ഫർസാന ഈ ഒരു ക്യാരക്ടർ കിട്ടുന്ന സമയത്തെ ഫസ്റ്റ് വർക്കാണ് സിനിമ എന്നുള്ള രീതിയിൽ മലയാളത്തിൽ ഫസ്റ്റ് ലോഞ്ചിങ് ക്യാരക്ടറാണ്. അപ്പം മലയാളികൾ ഭയങ്കര ക്രിട്ടിക്കലാണ് ഒരു സിനിമയെ ഷോൾഡർ ചെയ്യേണ്ട ഒരു ക്യാരക്ടർ കയ്യിൽ കിട്ടുക. അപ്പോൾ അതിലുള്ള ആദ്യം ഒന്ന് തോട്ട്സ് എന്തൊക്കെയാണ്? അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇത്രയധികം ആളുകൾ റിജക്റ്റ് ചെയ്തതിന് ശേഷം സെലക്ട് ആവുന്ന ഒരു ആളാണ്. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞു തന്നെയാണോ ഈ വേഷത്തിലേക്ക് എത്തുന്നത്? ഈ കുറേ പേര് റിജക്റ്റ് അതൊന്നും എനിക്കറിയില്ല. എൻ്റെ വ്യൂവിൽ ഞാനൊരു ഒരു സിനിമയ്ക്ക് ഓഡിഷൻ ചെയ്തു. ഈ സിനിമയിൽ നല്ല ടെക്നീഷ്യൻസ് ഉണ്ട്. എനിക്ക് സിനിമയിൽ ഇഫ് ഐ എം ഏബിൾ ടു ബി എ പാർട്ട് ഓഫ് ഇറ്റ് ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പി ആവും. ഇത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താ നടക്കുന്നതെന്ന് എനിക്ക് കൂടുതൽ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പറഞ്ഞ പോലെ ഇത്രക്കും എന്താ പറയുക, ഒരു ബ്യൂട്ടിഫുൾ സ്റ്റോറി, ടാലൻറ്റഡ് ടീം, ആ ഒരു പ്രോജക്റ്റ് വരുമ്പോൾ അഫ്കോഴ്സ് എക്സൈറ്റ്മെൻറ്റും അതൊക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ ഒരു വലിയൊരു റെസ്പോൺസിബിലിറ്റിയും കൂടിയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഐ വാസ് എ ലിറ്റിൽ എന്താ പറയുക, നെർവസ്. എനിക്കെല്ലാം ദി എക്സൈറ്റഡ് കൈൻഡ് ഓഫ് നെർവസ്. എനിക്കെല്ലാം I should be able to keep them happy, I should be able to do justice to the role. അതെന്തായാലും ഉണ്ടായിരുന്നു. നിമിഷ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് നിമിഷയുടെ ക്യാരക്ടറിനെ പറ്റിയിട്ട് ദിലീഷ് പോത്തൻ പറഞ്ഞൊരു സംഭവം ഓർക്കുന്നുണ്ട്. ഒരു സീനിൽ നിമിഷ ഫുഡ് കഴിക്കുന്ന കണ്ടിട്ട് മലയാളത്തിൽ ഇതുവരെ ഒരു നടിമാരിലും കാണാത്ത ഒരു തരം സാധനം അവിടെ നിന്ന് കിട്ടിയെന്നുള്ളത്. ആ ഒരു എക്സ്പെക്ടേഷൻ എന്തായാലും പുതിയൊരാളെ സമീപിക്കുമ്പോൾ ഉണ്ടായിരുന്നല്ലോ. ഫർസാനയിൽ നിന്ന് ഞെട്ടിച്ച എന്തെങ്കിലും ഒരു സീൻ? പറഞ്ഞ പോലെ നിമിഷയുടെ ഈ ഫസ്റ്റ് സിനിമയിൽ ഞാനുണ്ട്. ഞാൻ അസിസ്റ്റന്റ് ക്യാമറമാനാണ് അതിൽ. അപ്പം അതിൽ നിമിഷയെ കാണുമ്പോഴും വി ന്യൂ ലൈക്ക് ഷീ ഈസ് ഗോയിങ് പ്ലേസസ്. അവളുടെ ഫസ്റ്റ് ഡേ വന്ന് അഭിനയിക്കുമ്പോഴും എല്ലാം വി ന്യൂ ഷീ ഈസ് എ ഫാന്റാസ്റ്റിക് ആക്ടർ. അതേ സെയിം ഫീൽഡ് ഐ ഗോട്ട് ഫ്രം ഹർ. ഞാൻ ഇവിടെ ഫസ്റ്റ് ഡേ വന്ന് അഭിനയിക്കുമ്പോഴും ലൈക്ക് ഐ വാസ് മോർ കോൺഫിഡൻറ്റ് ദാൻ ഹർ. യു ഗോയിങ് പ്ലേസസ്, യു ഗോ ലൈക്ക് ഇത് കഴിഞ്ഞാൽ നിനക്ക് ഫോൺ എടുക്കാൻ വയ്ക്കാൻ സമയം കിട്ടും. ലൈക്ക് ഐ വാസ് വെരി കോൺഫിഡൻറ്റ്. ഐ ന്യൂ ഇറ്റ്. ആൻഡ് ഷീ ഇപ്പോഴും ഫർസാനയ്ക്ക് അതിൻ്റെ വ്യാപ്തി മനസ്സിലായി. ആഫ്റ്റർ റിലീസ് ഷീ വിൽ അണ്ടർസ്റ്റാൻഡ്. അപ്പം സോ ഐ ഗോട്ട് ദ സെയിം വൈബ്സ്. ഫസ്റ്റ് സീയിങ് നിമിഷ പെർഫോം ആൻഡ് ഫസ്റ്റ് സീയിങ് ഫർസാന പെർഫോം, ഐ ഗോട്ട് ദ സെയിം വൈബ്സ് ആൻഡ് ഐ ട്രസ്റ്റഡ് ദാറ്റ് തിങ്. എന്തെങ്കിലും ഒരു മൊമെന്റ് ഓർമ്മയുണ്ടോ? നമ്മൾ വിചാരിച്ചതായിരിക്കില്ല കിട്ടിയത്, അത് അതിനേക്കാൾ ഗംഭീരമായിരുന്നു എന്ന് തോന്നിയത്? എല്ലാം ഗംഭീരം. ഞാൻ വിചാരിച്ചതിനേക്കാളും കാരണം ഒരു ഫസ്റ്റ് ടൈം ഒരു ഫിലിം ലൈക്ക് ഈവൻ ഷീ ഹാസ് ഡൺ ഹർ ഫെയർ ഷെയർ ഓഫ് ആക്ടിങ് ഇൻ ആഡ്സ് ആൻഡ് ലൈക്ക് സ്മോൾ ഫിലിംസ് ഷീ ഹാസ് ഡൺ. പക്ഷേ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഷോൾഡർ ചെയ്യുക എന്നുള്ളത് അത് കുറച്ച് ഡിമാൻഡിങ് ആണ് ആ ക്യാരക്ടർ. ഞാൻ പറയുമ്പോൾ പൊട്ടിക്കാരൻ വെറുതെ പൊട്ടിക്കാരൻ പറയുമ്പോൾ അങ്ങനെ കുറേ അൺഈസി സ്പേസസ് ഉണ്ട്. ഷീ വാസ് വെരി good, surprisingly very good at it, like, and it didn't feel like it was her first rodeo. ഒരു മകൻ്റെ അമ്മയാണ്, അത്രയുള്ളൊരു കുട്ടിയുണ്ട്. ആ ഒരു ബോണ്ട് എങ്ങനെയാണ്? പരിചയമുള്ളൊരു സാധനമല്ലല്ലോ, അപ്പോൾ അതെങ്ങനെയാണ് വർക്കായി? അമ്മയല്ലെങ്കിലും ഞാൻ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് 2 ബ്രദേഴ്സ് ഉണ്ട്. ഞങ്ങളുടെ ഏജ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 4 വയസ്സും 10 വർഷമാണ്. അപ്പോൾ അന്ന് മുതൽ തന്നെ എന്താ പറയുക, ഒരു മെറ്റേണൽ ഇൻസ്റ്റിങ്ക്റ്റ് എന്തായാലും ഉണ്ടായിരുന്നു. ഐ വാസ് ബേസിക്കലി ദ സെക്കൻഡ് മദർ. പ്രൊഫഷനും അതുമായി ബന്ധപ്പെട്ട്? അതെ. പ്രൊഫഷനും ഐ വാസ് വർക്കിംഗ് വിത്ത് കിഡ്സ് വിത്ത് ഓട്ടിസം, ADHD അങ്ങനെ. അപ്പോൾ ഓൾറെഡി കുട്ടികൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ലൈക്ക് ഐ എം സെറ്റ് വിത്ത് ദം. ഐ കെൻ ഈസിലി ജെൽ വിത്ത് ദം. സോറി, ക്വസ്റ്റ്യൻ എന്തായിരുന്നു ചോദിച്ചത്? കുട്ടിയായിട്ടുള്ള ബോണ്ട് കിട്ടിയിരുന്നോ? കെമിസ്ട്രി വർക്ക്? അതെ, ആബ്സല്യൂട്ട്ലി. അത് അതിനുശേഷം ഞാൻ മുമ്പ് ആക്ച്വലി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈസ് എ ഫയർ ക്രാക്കർ. ഇത്രക്കും ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു കുട്ടീനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഈസ് എന്താ പറയുക, ഞാനും അവനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അവന് കുറേ ആപ്പ് ചെയ്യും, അവന് കുറേ സംസാരിക്കും, ഞാൻ ഇരുന്ന് കേൾക്കും. അതായിരുന്നു ഞങ്ങളുടെ റിലേഷൻഷിപ്പ്. അത് അങ്ങനെ തന്നെ ഇറ്റ് ബിൽട്ട് ഓൺ ദാറ്റ്. ബാലനിൽ ട്രെയിലർ വരുമ്പോഴാണ് നമ്മൾ ടൊവിനോയുടെ സാന്നിധ്യം കാണുന്നത്. അതിൽ അതും വളരെ ഇരുട്ടത്ത് സൂക്ഷിച്ചു നോക്കിയാൽ മാത്രം കാണുന്ന ഒരു ക്യാരക്ടറായിട്ട് ടൊവിനോ വന്നു പോകുന്നുണ്ട്. അപ്പോൾ ആദ്യ കാഴ്ചയിൽ തോന്നിയത് കുട്ടി വലുതായതിനു ശേഷം വരുന്ന ക്യാരക്ടറാണോ ടൊവിനോ? പിന്നീട് മനസ്സിലായി അങ്ങനെയല്ലെന്ന് തോന്നുന്നു. വേറൊരു സീനിൽ അത് ടൊവിനോ വേറൊരു സ്പേസിൽ നിന്നിട്ട് കുട്ടിയെ നോക്കുന്ന ഒരു സീനും കൂടി അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ തന്നെയാണെന്ന് മനസ്സിലാക്കുന്നത് അറിയില്ല. അപ്പോൾ ടൊവിനോയുടെ ക്യാരക്ടറിനെ പറ്റി എന്താ ഇനി പറയാൻ? ടൊവിനോയുടെ ക്യാരക്ടറിനെ പറ്റി എനിക്കത് സിനിമയിൽ കൂടെ കാണുന്നതാണ് അതിന് ഒരു ഭംഗി എന്ന് എനിക്ക് തോന്നുന്നു.
പക്ഷെ ടൊവിനോനെ നമ്മൾ അപ്രോച്ച് ചെയ്ത് ഒരിക്കലും ടൊവിനോയുടെ സ്റ്റാർഡമോ അങ്ങനെ ഒരു സ്റ്റാർ അത് ഒന്ന് യൂട്ടിലൈസ് ചെയ്യാനല്ല. ടൊവിനോനെ നമ്മൾ ഒരു പ്രോപ്പർ ആക്ടറായിട്ട് തന്നെയാണ് അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. ആൻഡ് ടൊവിനോ വാസ് വെരി ഹാപ്പി ടു ലൈക്ക് ബി എ പാർട്ട് ഓഫ് ഇറ്റ്. ആൻഡ് ടൊവിനോ വാസ് വെരി ഹാപ്പി നമ്മൾ ടൊവിനോ സ്റ്റാർലാൻഡ് ആക്ടറായിട്ട് സമീപിച്ചതിൽ വാസ് വെരി ഹാപ്പി. ആൻഡ് നമ്മൾ ഫസ്റ്റ് ജനറേഷൻ തന്നെ ടൊവിനോ വാസ് ഇൻ. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ. ടൊവിനോ ചെയ്യാത്ത ഒരു ക്യാരക്ടറാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹി ഹാസ് ഡൺ എ ഫാന്റാസ്റ്റിക് ജോബ്. നമ്മൾ ഇതുവരെ കാണാത്തൊരു ടൊവിനോ ആയിരിക്കും കാണാൻ പോകുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ചിദംബരം ഒന്ന് വിളിക്കുന്ന സമയത്തെ മടി കാണിക്കാൻ ആളുകൾ ഇനി തയ്യാറല്ല, കാരണം അടുത്ത പ്രൊജക്റ്റിൽ കയറാം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും കൂടുതൽ ആളുകളും. അതുപോലെ സമീപിച്ച ടൊവിനോയ്ക്ക് പകരം മറ്റാരെങ്കിലും ഈ സിനിമയിലേക്ക് മറ്റേതെങ്കിലും? ഈ സിനിമയിൽ ടൊവിനോ നമ്മൾ നേരിട്ട് ടൊവിനോ എടുത്തിട്ടുണ്ടോ, നമുക്ക് വേറെ ഓപ്ഷൻ നമ്മൾ ജിത്തും കൂടെ സംസാരിച്ച് ഈ റോൾ ടൊവിനോ ചെയ്താൽ നേരെ ജീൻ്റെ കേസും അങ്ങനെ തന്നെയായിരുന്നു. ഈ റോള് ജീൻ ചെയ്യാം, നേരെ ജീൻ്റെ അടുത്ത് വിളിക്കുന്നു. അങ്ങനെ ഗിരീഷ് ഷെട്ടിയുടെ പോലീസ് വേഷം കൂടി വരുന്നത് അത് ഗണപതിയുടെ കണ്ടുപിടുത്തമായിരുന്നു. ഗണപതി എനിക്കൊരു ഷോർട്ട് ഫിലിം കാണിച്ചു തന്നു ഗിരീഷിന്റെ. അപ്പം ഭയങ്കര പെക്യുലർ ആണ് ആക്ടിങ്. എനിക്ക് തോന്നിയ ഒരു ആളുടെ ദ വേ ഹി ക്യാരീസ് ഹിംസെൽഫ് ആൻഡ് ദ വേ ഹി ഡെലിവേഴ്സ് എ ഡയലോഗ്, ഐ തിങ്ക് ഐ തോട്ട് ഇറ്റ് വാസ് വെരി പെക്യുലിയർ. അങ്ങനത്തെ ഒരു ഇൻസ്പെക്ടർ നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന ഇഷ്ടംപോലെ പോലീസുകാരുണ്ട്. അവരെല്ലാവരും ഫുൾ ബിൽറ്റ് അല്ല, ചിലവർ സ്റ്റുഡിയോസ് ആണ്, ചിലവർ കുറെ PG ഒക്കെ ചെയ്ത് അങ്ങനെ പല ടൈപ്പ് ഇൻസ്പെക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഇൻസ്പെക്ടർ എനിക്ക് കാണിക്കണം തോന്നി. അങ്ങനെയാണ് ഗിരീഷിലേക്ക് എത്തുന്നത്. നിങ്ങളുടെ കാസ്റ്റിംഗിലും മഞ്ഞുമൽ ബോയ്സിലാണെങ്കിലും ഡയറക്ടേഴ്സിനെ ചൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അഭിനയിക്കാൻ. ഇപ്പം തിരിച്ച് ചിദംബരവും അഭിനയിക്കാൻ പോകുന്നു. അപ്പൊ ഈ സംവിധായകരെ ഡയറക്ട് ചെയ്യുന്നതും പുതുമുഖ താരങ്ങളെ ഡയറക്ട് ചെയ്യുന്നതും ഓൾറെഡി ഇൻഡസ്ട്രിയിലുള്ള പേരെടുത്ത താരങ്ങളെ ഡയറക്ട് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ്? ഡയറക്ടേഴ്സിന് എളുപ്പമാണ്, കാരണം അവർക്ക് പ്രോസസ്സ് എന്താണെന്ന് അറിയാം. ഞാൻ കണ്ടിന്യൂറ്റി അങ്ങനെ ഇത് കഴിഞ്ഞ് കൗണ്ടർ ഷോട്ട് വരും, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. എക്സ്പീരിയൻസ്ഡ് ആക്ടേഴ്സ് വേറെ തന്നെ ഒരു ഇതാണ്, അവർ ഭയങ്കര ബ്ലെസ്സിങ് ആണ്. കാരണം നമുക്ക് പരിപാടി, കാരണം ഇറ്റ്സ് എ റേസ് അഗൈൻസ്റ്റ് ടൈം, എവറി ഡേ ഷൂട്ട്. സോ എക്സ്പീരിയൻസ്ഡ് ആക്ടേഴ്സ് ബ്രിങ്സ് എ ലോട്ട് ഓൺ ടേബിൾ. ദാറ്റ്സ് വൈ ദേ ആർ എക്സ്പെൻസീവ്. അതാണ്, കാരണം അവർ ദേ സേവ് എ ലോട്ട് ഓഫ് ടൈം. ആൻഡ് അവർ ഫ്രെയിമിൽ വരുമ്പോൾ അതൊരു സിനിമ പോലെ നമുക്ക് ഫീൽ ചെയ്യും. ആൻഡ് അത് വേറൊരു രീതിയാണ് അവരോട് വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഫർസാന ആൻഡ് അതിനുശേഷം ഐ നെവർ ഫെൽറ്റ് ദേ ആർ ലൈക്ക് ന്യൂ കമേഴ്സ് ആൻഡ് ഡൂയിങ്. സോ ആദ്യത്തെ ഒരു 3-4 ദിവസം പ്രോസസ്സ് മനസ്സിലാക്കി, പിന്നെ ഇറ്റ്സ് ഓൾ ദ സെയിം. ദാറ്റ്സ് വാട്ട് ഐ ഫെൽറ്റ്. ജാനമനിൽ ലാൽ സാറിനെ കൊണ്ടുവരുന്നതും ഒരു പുതിയ സ്ഥലത്തേക്ക് അദ്ദേഹം എത്തുന്ന പോലത്തെ ഒരു ഫീൽ ആയിരുന്നു നമുക്ക് സിനിമയിൽ അത് ഫീൽ ചെയ്തിട്ടുണ്ട്. എങ്ങനെ തന്നെയായിരുന്നു ചിദംബരത്തിനും? അതെ, എനിക്ക് ഫസ്റ്റ് ലാലങ്കളിനെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് പേടിയാണ്. വലിയൊരു മനുഷ്യന് ഞാൻ അതിന്റെ ഫസ്റ്റ് സിനിമയാണ്. അല്ല, ഫസ്റ്റ് നമ്മൾ എത്രയും ദിവസം ഷൂട്ട് ചെയ്തിട്ട് അവസാനം ലാലങ്കൾ വന്നിട്ട് ഒരു 2 ഷോട്ട് അഭിനയിച്ചു. ഓ, ഇതൊരു സിനിമ പോലെ ഇപ്പോഴാണത്. കാരണം അത് certain actors has that. They enter a frame and the frame is automatically cinematic and believable. അത് ബിലീവബിലിറ്റി ആണ്. അപ്പം ലാലങ്കൾ എന്താ സ്ക്രീൻ പറഞ്ഞാൽ വിശ്വസിക്കും. ആ ബിലീവബിലിറ്റി ഫർസാനയ്ക്കും ഉണ്ട്. കൺവിൻസിങ് ആയിരിക്കണം അവരുടെ ആക്ഷൻസ്. അപ്പൊ പിന്നെ എന്ത് കഥയും പറയാം. ഫർസാന, ഇത്ര അധികം ഭാഷകളാണല്ലോ റിലീസിന് വരുന്നത്. അപ്പം ആദ്യ സിനിമയിൽ തന്നെ ഇത്ര അധികം ആളുകൾ കാണാൻ പോവുകയാണ് ഒരേ സമയം. അപ്പം എന്തായാലും കേരളത്തിലല്ലല്ലോ, പുറത്തും ഒക്കെ ആഡ് ഫിലിംസും ഒക്കെ ആയിട്ട് ചെയ്യുന്ന ഒരാളാണല്ലോ. അപ്പം ആ ഒരു റീച്ച് തരുന്ന ഒരു സാധ്യത എന്താ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ? ഇനി എന്തായിരിക്കും എന്നുള്ളത്? റിലീസ് അധികം വൈകാതെ തന്നെ റിലീസുണ്ട്. അപ്പോൾ ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? എനിക്ക് എന്താ പറയാ, എനിക്ക് എന്താ പ്രതീക്ഷിക്കേണ്ടതെന്ന് അറിയില്ല. എനിക്ക് അറിയില്ല. കിട്ടുന്നത് വാങ്ങാം, അത്രേ ഉള്ളൂ. ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ ആൻഡ് ജസ്റ്റ് ബി പ്രസന്റ്. ഈ ഒരു ബബിളുടെ ഉള്ളിൽ കൂടെ എനിക്ക് എന്തൊക്കെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എന്തൊക്കെ ഇമോഷൻസ് കിട്ടാം അതൊക്കെ ഞാൻ സ്ക്വീസ് ചെയ്തിട്ട് I move forward. അത്രേ ഉള്ളൂ. I just really hope that everyone എന്താ പറയാ, they are touched by the story as much as I was touched by the story. എത്ര നാളായിട്ട് ഈ ഇൻഡസ്ട്രിയിലേക്ക് എത്തണം, സിനിമയിലേക്ക് എത്തണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്? ഒരു 6-7 വർഷം. ഞാൻ കോളേജ് കഴിഞ്ഞ സമയം മുതൽ തന്നെ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. ഓക്കെ, ചിലപ്പോൾ മേ ബി ഐ കുഡ് ട്രൈ ദിസ് എന്ന് ഞാൻ ഉമ്മച്ചൂടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദുബായിൽ ഞാൻ 1 വർഷമൊക്കെ വന്ന് ഞാൻ വെക്കും, അത് കഴിഞ്ഞ് ഞാൻ പോവാം ബോംബെയിലേക്ക്. ഐ വാണ്ട് ടു ഗിവ് ദിസ് എ ഷോട്ട്. അപ്പം ചിദംബരം ഈ ക്യാരക്ടറിന് വേണ്ടി പറഞ്ഞ എന്തെങ്കിലും ഭയങ്കരമായ ഡിഫിക്കൽട്ട് ഒരു സാധനം, എനിക്ക് ചെയ്യാൻ പറ്റില്ല ഇത്, അല്ലെങ്കിൽ ചെയ്തിട്ട് വർക്കായില്ല, നെക്സ്റ്റ് എനിക്ക് അയ്യോ ഞാൻ തിരിച്ചു പോകേണ്ടി വരുമോ എന്നൊക്കെ തോന്നിയ ഒരു സാഹചര്യം ഉണ്ടായിട്ടോ? അത്രയ്ക്കും ടഫ് ക്യാരക്ടറായിട്ടോ ചോദിക്കുന്നത്? ഇല്ല, ആബ്സൊല്യൂട്ട്ലി നോട്ട്. അത് ഞാൻ അമ്മേനെ അത്രയ്ക്ക് ടഫായിട്ട് ഞാൻ കാണുന്നില്ല. ഐ റിയലി ലവ് ഹർ. എനിക്ക് അവളെ ശരിക്കും ഐ റിയലി അണ്ടർസ്റ്റാൻഡ് ഹർ. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടൊരു അഡ്വക്കേറ്റ് ആയിട്ടാണ് ഞാൻ വന്ന് പെർഫോം ചെയ്യുന്നത്. സോ അങ്ങനെ ആയി നിൽക്കുമ്പോൾ അങ്ങനെ ടഫ് ഒന്നും ആയിട്ടില്ല. വാസ് മോർ ഓഫ് എക്സൈറ്റ്മെന്റ്. കുറെ ചാലഞ്ചസ് ഉണ്ടായിരുന്നു ഓഫ് കോഴ്സ്, പക്ഷേ ജസ്റ്റ് എക്സൈറ്റ്മെന്റ്. ഇതിനിടയിലൊരു ബോളിവുഡ് പടം സംഭവിക്കുന്നു വിചാരിച്ചിരിക്കുമ്പോഴാണ് ബാലൻ
വരുന്നത്. അപ്പോൾ ആ പടം എവിടെ നിൽക്കുന്നു? ആ പടം മീൻസ് എൻ്റെ ഡെവലപ്മെന്റ് റൈറ്റിംഗ് ഫേസിലാണ്. ഹിന്ദി സിനിമകൾ ഭയങ്കര ടൈം എടുക്കും ടു മൗണ്ട് ആൻഡ് ടു എക്സിക്യൂട്ട് ആൻഡ് സ്റ്റഫ്. അപ്പോൾ അതിൻ്റെ റൈറ്റിംഗ് ഫേസ് ഏകദേശം തീരാറായി. അതിങ്ങനെ കരക്കടിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനിയും സമയമുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഒരു മലയാളം പടം കൂടെ ചെയ്യാം. മലയാളം പടം അത്ര ചെറുതും അത്ര എളുപ്പമാണെന്നാണ്. മലയാളം പടം ചെറുത് എളുപ്പമല്ല, മൗണ്ടിങ് എളുപ്പമാണ്. ഞാനിപ്പോൾ ജിത്തിനോട് ഇന്ന് കഥ സംസാരിച്ചു, നാളെ പ്രൊഡക്ഷൻ കാണുന്നു, മറ്റന്നാളോട്ട് നമ്മൾ പണി തുടങ്ങി. ഓരോ ഇൻഡസ്ട്രിക്കും ഓരോതായ പെക്യുലാരിറ്റി, ഓരോ സവിശേഷതകളുണ്ട്. അതെല്ലാം നല്ലത് എല്ലാം ചീത്തയെന്ന് പറയില്ല. അപ്പം ഹിന്ദി അങ്ങനെയാണ്. ലാർജർ ഓഡിയൻസ്, ബിഗർ ലാംഗ്വേജ്, ബിഗർ മണി ഇൻവോൾവ്, ബിഗർ സ്റ്റാർസ്. അപ്പം അതിൻ്റെ പ്രോസസ്സ് വേറെയാണ്. ആൻഡ് അവിടെ ഫണ്ടിങ് എല്ലാം സ്റ്റുഡിയോ വൈസ് വരുമ്പോൾ അതിൻ്റെ ഡിസിഷൻ മേക്കിംഗ് എല്ലാത്തിനും അതിൻ്റെതായ ഒരു കോർപ്പറേറ്റ് ലാഡർ കടന്നു പോകണം. അപ്പോൾ അതിൻ്റെതായ സമയമെടുക്കും. അപ്പോൾ അത് വേറെ. മലയാളത്തിൽ കളിയാൻ പറ്റുന്ന ഫ്രീ ആണ്. ഞാൻ ഫ്രീ ആണ്. അത് ചിദംബരം ആയതുകൊണ്ടല്ലേ അത് അല്ല, അങ്ങനെ കുറെ പടങ്ങൾ അങ്ങനെ മലയാളത്തിൽ സംഭവിക്കുന്നുണ്ട്. എല്ലാവരും അങ്ങനെയാണ്. മലയാളത്തിൽ എല്ലാവരും അങ്ങനെ ഇപ്പം മറ്റന്നാ ഫ്രീ ആണോ, നമുക്ക് ഒന്ന് പിടിച്ചാലാണ് അടുത്ത മാസം, അങ്ങനെയൊക്കെ പറഞ്ഞ് മലയാളത്തില് തുടങ്ങി. ഇപ്പോഴത്തെ നമുക്ക് മൊത്തം എഗ്രിമെന്റും കോൺട്രാക്ടൊക്കെ ഇപ്പോഴും വന്നു. അതിനുമ്പോ നമുക്ക് നമ്മളെല്ലാം വാക്കാൽ ഇപ്പോഴും മലയാള സിനിമകൾ നമ്മൾ വാക്കാൽ ചെയ്യുന്നത്. കുറേ നാളായിട്ട് ഇൻഡസ്ട്രിയിലുള്ളതാണല്ലോ, അസിസ്റ്റന്റ് AD ആയിട്ട് നിൽക്കുന്നതാണ്. ഒരു സിനിമ സംഭവിക്കാൻ ഇത്രയും താമസം വേഗത്തിലാണെന്നായിരിക്കും ചിലപ്പോൾ ചിദംബരത്തിന് തോന്നുക. ഗണപതിയെ കണ്ട് എത്രയോ കാലം കഴിഞ്ഞാൽ ഞങ്ങൾ ചിദംബരത്തെ ഒന്ന് ശരിക്കും വിസിബിൾ ആവുന്നതാണ്. അപ്പോൾ ആ ഒരു കാലതാമസം എന്തുകൊണ്ടായിരുന്നു? എനിക്കും ഞാനും ഭയങ്കര ഇംപേഷ്യൻ്റ് ആയിരുന്നു. ഞാൻ ഫസ്റ്റ് പടം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കയറി ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇത്ര ഉള്ള പരിപാടി ഞങ്ങൾക്ക് ചെയ്താലോ, എന്തോ ഭാഗ്യത്തിന് അന്ന് പ്രൊഡ്യൂസറൊന്നും കിട്ടിയില്ല. എനിക്ക് അതങ്ങനത്തെ ഒരു പടം ചെയ്ത് വീട്ടിലിരിക്കുകയായിരുന്നു. അതിനേതായ സമയമുണ്ട്. 13 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ലേണിംഗ് മാറി. ടു ഈസിലി അച്ചീവ് എ തിങ്. ലൈക്ക് ഇപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു സാധനം വേണം, അത് അച്ചീവ് ചെയ്യാൻ ഏറ്റവും എളുപ്പം, ഏറ്റവും സിസ്റ്റമാറ്റിക്, ലെസ് റിസോഴ്സ് എക്സോസ്റ്റിംഗ് ആയിട്ടുള്ള വഴികൾ കണ്ടെത്തുന്നത്. പിന്നെ എന്ത് കഥ പറയണം, എങ്ങനെ പറയണം, അതിൻ്റെ ഇമോഷണൽ ഡെപ്ത്, അതെല്ലാം ഈ 13 years ഓഫ് വർക്കിംഗ് ബിഹൈൻഡ് ദ ക്യാമറ ആൻഡ് അസിസ്റ്റിംഗിൽ 13 കൊല്ലം പണിയെടുക്കായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പണിയില്ലാത്ത എത്രയോ കാലം, അതും ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ ഒരു പേടിയുണ്ട്, ഇനി പണിയില്ലാതിരിക്കും, അപ്പം നല്ല പടം ചെയ്തേ പറ്റും. അപ്പം അങ്ങനെ അതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു എക്സ്പീരിയൻസ്. തുടങ്ങാൻ ജാനേമൻ കാരണം അതെങ്ങനെയാ? മറ്റു കഥകളൊന്നും തലയിലുണ്ടായിരുന്നില്ല, അതോ ഇനി ഇരിക്കുന്നുണ്ടോ കുറെ സ്ക്രിപ്റ്റുകൾ? ഉണ്ട്. ഞാൻ വേറെ സിനിമയാണ് എഴുതി വെച്ചിരുന്നത്. അത് വലിയ സിനിമയായിരുന്നു. അതൊരു ഗാങ്സ്റ്റർ സാഗ പോലത്തെ ഒരു വലിയ പടമാണ്. അപ്പോൾ അതിൻ്റെ ഡിസ്കഷനൊക്കെ നടന്നുകൊണ്ടിരിക്കും. അത് ചെയ്യണം എന്നൊക്കെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഇതേപോലെ ജാനേമൻ ഇതേപോലെ എൻ്റെ ബർത്ത്ഡേക്ക് സംഭവിച്ച ഒരു ഇൻസിഡൻ്റ് എന്നാണ് എനിക്ക് ഇൻസ്പിറേഷൻ. അപ്പോൾ അങ്ങനെ ഞാൻ ഗണപതിയോട് സംസാരിച്ച് ഇങ്ങനെ ഒരു സംഭവം നടന്നത് നല്ല സിനിമയായിരിക്കും എന്ന് നമ്മളതവിടെ വിട്ടു. പിന്നെ ഗണപതി കൊച്ചിയിൽ വന്ന് അർജുൻ അശോകനും വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഈ ജാനേമൻ എന്നുള്ള പടം ഉണ്ടാവുക. അപ്പോൾ അർജുൻ അശോകൻ പിന്നെ ഗണേശും ലക്ഷ്മിയും ജാനേമൻ്റെ പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ അവരെല്ലാവരും സംസാരിക്കുമ്പോൾ അർജുൻ പറഞ്ഞത് ഇങ്ങനെ ഇൻസിഡൻറ്റ് കേട്ടു നോക്കൂ എന്ന് പറഞ്ഞ് അവർ കേട്ട് അത് കൊള്ളാം. അപ്പോൾ ഗണപതി എന്നെ വിളിച്ചാൽ പടം ഓണായി വാന്ന് പറഞ്ഞു. ഇത് പടം അങ്ങനെ സർപ്രൈസ്. അപ്പം ജാനേമൻ വാസ് ഓൾസോ നോട്ട് പ്ലാൻഡ്. കുറേ വർഷമായിട്ട് ഞാൻ ജാനേമൻ എന്ന സിനിമ അങ്ങനെയല്ല, ഞാൻ പെട്ടെന്നുണ്ടായി. വി കോൾ ഇറ്റ് ഇൻസ്റ്റന്റ് നൂഡിൽസ്. ജാനുവരി ഇൻസ്റ്റന്റ് നൂഡിൽസ് ആയിരുന്നു. ഈ ഗണപതി എന്ന് പറയുന്നത് ഒരു സപ്പോർട്ട് പില്ലർ ആണെന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഓഫ് കോഴ്സ് ആസ് എ ബ്രദർ, ഓഫ് കോഴ്സ്. ലൈക്ക് ചിദംബരം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഗണപതി ഇങ്ങനെ ഓടുന്ന കാണാം. അത് അതിന്റെ ഒരു വർക്കിൽ കിടന്ന് ഓടുന്ന. അല്ല, അവന്റെ വർക്ക് അതാണ്. അവൻ ഇരിക്കേണ്ട സാഹചര്യം ഞാൻ അവിടെയാണ്, ഞാൻ അത് കൊടുക്കും. അപ്പം ഞാൻ ഡയറക്ടറാണ്. അപ്പം പിള്ളേരെ മാനേജ് ചെയ്യണം, ആക്ടിങ്, ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ആക്ഷൻ, കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പം അങ്ങനെ ഓടുന്നതാണ്. ഫർസാനയുടെ ഒരു പാരൻസിന്റെ ഒരു സപ്പോർട്ട് എങ്ങനെയാ ഇപ്പം ഈ ഒരു കരിയർ ചൂസ് ചെയ്യുന്ന സമയത്ത്, മോഡലിംഗ് ചൂസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ്? അവര് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അവരുടെ ഒരു റൂൾ എന്ന് വെച്ചാൽ ഒരു പ്രൊഫഷണൽ കോഴ്സ് എടുത്ത് കഴിഞ്ഞിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തോ അതായിരുന്നു അവരുടെ റൂൾ. അത് ഞാൻ സാറ്റിസ്ഫൈ ചെയ്തു. അപ്പം അതായപ്പോൾ ഓക്കെ, എന്ത് വേണമെങ്കിലും ചെയ്യാം. ദൈവം ഓക്കെ, എനിക്ക് ബോംബെ പോകണം എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ പോയിക്കോ, എന്താ പറയുക, മ്യൂസിക് വീഡിയോ ചെയ്യണം അല്ലെങ്കിൽ ആഡ്സ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഓക്കെ ചെയ്തോ. പിന്നെ എസ്പെഷ്യലി നൗ ഇപ്പോഴാണ് എനിക്ക് അവരുടെ സപ്പോർട്ട് ഏറ്റവും കൂടുതലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് തന്നെ. ഇൻഫാക്ട് ട്രെയിലർ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് തന്നെ മൈ പേരൻസ് ആർ മച്ച് മോർ പാഷനറ്റ് ദൻ ഐ ആം അബൌട്ട്, ഐ എം മച്ച് മോർ എക്സൈറ്റഡ് അബൌട്ട് ദിസ് ദൻ ഐ ആം. വെരി സപ്പോർട്ടീവ്. എസ്പെഷ്യലി എൻ്റെ ഉമ്മച്ചി എൻ്റെ നമ്പർ 1 ഫാനാണ്. നാട്ടിൽ കേരളത്തിൽ എവിടെയാണ്? കേരളത്തിൽ എൻ്റെ വീട്, എൻ്റെ ഉമ്മച്ചി തൃശ്ശൂരിൽ നിന്നാണ്, ഉപ്പച്ചി ആനക്കരയിൽ നിന്നാണ്. ഞങ്ങളുടെ വീട് വെച്ചിരിക്കുന്നത് തൃശ്ശൂർ. നേരത്തെ പറഞ്ഞ ഗാങ്സ്റ്റർ മൂവി ഈ അടുത്ത് മോഹൻലാലിൻ്റെ ഒരുമിച്ചുള്ള കൊളാബ് വരുന്നു എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. അച്ഛൻ തന്നെ ഒരു പോസ്റ്റൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അച്ഛൻ എന്തിനായിട്ട് അച്ഛനോട് തന്നെ ചോദിക്കുന്നു. എനിക്ക് ആഗ്രഹമുണ്ട് ലാലേട്ടൻ പടം ചെയ്യാൻ. എന്തായാലും നല്ല പടം തന്നെ ചെയ്യണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം. അതൊരു സ്ഥിരീകരിച്ച റിപ്പോർട്ട് ഇല്ല, സ്ഥിരീകരണമൊന്നുമില്ല. കാരണം അങ്ങനത്തെ ഡിസ്കഷനൊന്നും നടന്നിട്ടില്ല. അപ്പൊ പിന്നെ അതിനെപ്പറ്റി പറയുന്നതിൽ കാര്യമില്ല. അച്ഛൻ എന്തുകൊണ്ട് അങ്ങനെ ഇട്ടു? അച്ഛൻ ആരെങ്കിലും പറഞ്ഞു കേട്ടായിരിക്കും. അപ്പൊ ആണോ, ഞാൻ അതില്ല അങ്ങനെ.
എപ്പോഴെങ്കിലും സംസാരം നടന്നിട്ടുണ്ടോ ലാലേട്ടനായിട്ട്? ലാലേട്ടനായിട്ട് ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടുണ്ട് ഇഷ്ടം പോലെ. ഞാൻ ഇതുവരെ നേരിട്ട് ഒരു കോൺവെർസേഷൻ ഇതുവരെ ഞാൻ സംസാരിച്ചിട്ടില്ല. മമ്മൂക്കയായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ലാലേട്ടനായിട്ട് ഞാൻ സംസാരിച്ചു കണ്ടിട്ടുണ്ട് ആള്. പിന്നെ എങ്ങനെയാണ് ഫസ്റ്റ് പ്രൊജക്ട് മമ്മൂക്കയല്ല ലാലേട്ടൻ എന്നുള്ള രീതിയിൽ റൂമറുകൾ വന്നു തുടങ്ങി? അല്ല അത് ഇങ്ങനെ റൂമറുകൾ അറിയില്ല. അതിങ്ങനെ ഓരോ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ആരെങ്കിലും പറയുക അങ്ങനെ ഒരു ഭയങ്കര ആഗ്രഹമുണ്ട് ലാലേട്ടനോട് ചെയ്ത് അവസരം കിട്ടിയാൽ ചെയ്തിരിക്കും. അപ്പം ലാലേട്ടന്റെ സിനിമകൾ നമ്മൾ ഇപ്പൊ ഒന്ന് ചെയ്യുവാന്ന് വിചാരിക്കുക. അപ്പം ഇതുവരെ ചെയ്തിട്ടുള്ള ചിദംബരത്തിന്റെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഒരു ജോണർ ചെയ്ത് അതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള വേറൊരു ജോണർ ചെയ്യാം. ഇപ്പൊ മമ്മൂക്കയോ ലാലേട്ടനെ പോലുള്ള ആക്ടേഴ്സിനെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അവരെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു തരം ജോണർ ഉണ്ടല്ലോ, പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന, അതിലേക്ക് ചിദംബരം അഡാപ്റ്റ് ആവുമോ? അതോ അത് അഡാപ്റ്റ് ആവുന്നതിനേക്കാളും കാരണം അവരിലേക്ക് അഡാപ്റ്റ് അവർ എന്തിലും അഡാപ്റ്റ് ആവുന്ന ആൾക്കാരാണ്. മമ്മൂക്കയായാലും മോഹൻലാലായാലും അവർക്ക് നമ്മൾ എന്ത് ക്യാരക്ടർ കൊടുത്താലും ദേ വിൽ ഗെറ്റ് ഇൻ ടു ഇറ്റ്. അങ്ങനെയാണ് നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എനിക്ക് തോന്നുന്നു. ഒരു കഥ ഉണ്ടായിട്ട് അതിൽ മമ്മൂട്ടി എന്നുള്ള സ്റ്റാറോ അല്ലെ മോഹൻലാൽ എന്നുള്ള സ്റ്റാറിന് പോകുന്നതിനൊക്കെയാണ് ടേക്ക് ദ ആക്ടേഴ്സ് ഔട്ട് ഓഫ് ദം ആൻഡ് അങ്ങനെ ആയിരിക്കും ഒരു സ്റ്റാറിനോട് കൊളാബറേറ്റ് ചെയ്യുന്നതാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ പിക്ക് ചെയ്യുകയാണെങ്കിൽ ലാലേട്ടനെ ഏത് ജോണറിൽ കൊണ്ടിടാനായിരിക്കും ചിദംബരത്തിന്? അങ്ങനെയില്ല, അത് ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് കഥ. ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ പൊടി പറക്കണം, സ്ക്രീൻ വന്ന വീശ പിരിക്കണം, പൊടി പറക്കണം, അത് രണ്ടും നടത്തിയിരിക്കും. അതെന്തായാലും ഉണ്ടാവൂല്ലേ? പിന്നെ ലാലേട്ടനെ കൊണ്ടുവന്ന് അത്രയും നമ്മൾ ചെയ്യണ്ടേ. പൊട്ടൻഷ്യൽ അത് ഫാൻസ് എക്സ്പെക്ട്. ആൻഡ് ലാലേട്ടൻ്റെ പടങ്ങൾ സെലിബ്രേഷൻ ആണ്, ലൈക്ക് മമ്മൂക്കയുടെ പടങ്ങളായാലും. ആൻഡ് ദേ ബോത്ത് ആർ ഇൻ ദ ബെസ്റ്റ് ഓഫ് ദെയർ കരിയർ എന്ന് ഞാൻ പറഞ്ഞു. ബിക്കോസ് അത്രയും പ്രൈംഡ് ആണ്. ആൻഡ് മമ്മൂക്ക ചൂസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് നോബഡി ക്യാൻ ഇമാജിൻ. ആൻഡ് ലാലേട്ടൻ ഏത് സ്റ്റാറിനൊക്കെയാണ് ഏറ്റവും ഹയസ്റ്റ് ഗ്രൂസിങ് സ്റ്റാർ. ആൻഡ് പിന്നെ എത്ര കൊല്ലം. സോ ഐ തിങ്ക് ദേ ആർ സ്റ്റിൽ ഡൂയിങ് ദെയർ ബെസ്റ്റ്. ആൻഡ് എന്ത് ക്യാരക്ടർ കൊടുത്താലും അവർ ചെയ്യും. അത്രയും ആർത്തിയുള്ള രണ്ടാൾക്കാരാണ്. അത്രയും മമ്മൂക്ക എടുക്കുവാണെങ്കിൽ ഏത് ജോണർ ആയിരിക്കും? മോഹൻലാലിന് പൊടിപറത്തി ജോണർ കൊടുക്കും നമ്മള്, മമ്മൂട്ടിക്ക് ഏത് ജോണർ ആയിരിക്കും? മമ്മൂക്കാണെങ്കിൽ എന്താ പറയാ, ബ്രഹ്മയുഗം പോലെയൊക്കെ ചെയ്തിട്ട് നിൽക്കുമ്പോൾ. ബ്രഹ്മയുഗം എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല. മമ്മൂട്ടി ഭയങ്കര എനിക്ക് വൺ ഓഫ് എന്റെ റീസെന്റ് മലയാളം ഫിലിംസിൽ ഇഷ്ടപ്പെട്ട സിനിമയാണ് ബ്രഹ്മയുഗം. മമ്മൂക്ക കൊടുക്കുകയാണെങ്കിൽ റിവെഞ്ച് ത്രില്ലർ മേ ബി. ഓ, മമ്മൂക്ക് കൂടെ അതുപോലത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമുണ്ടാവും. മമ്മൂക്ക രണ്ടുപേരും ക്യാരീസ് എ ഡിഫറെന്റ് എനർജി. മമ്മൂക്ക കോമഡി ഭയങ്കര നല്ലതായിട്ട് ചെയ്യും. രണ്ടുപേരും കോമഡി ചെയ്യുന്ന മമ്മൂക്ക കോമഡി ചെയ്യും. രാജമണിക്ക് കണ്ടിട്ടില്ലേ? അല്ലെ മമ്മൂട്ടി അതാണ് അത്രയും വലിയൊരു പൗരുഷമുള്ള അത്രയും വലിയ സാധനം വെച്ചാൽ അത്രയും അഴിഞ്ഞിട്ടൊരു കോമഡി ചെയ്യാന്ന് വെച്ചാൽ അത് ഭയങ്കര ഒരു ഇതാണ്. ചിദംബരത്തിന്റെ ഈ പറയുന്ന കോമഡി ആക്ഷൻ പടങ്ങളൊക്കെ കാണാൻ അതെങ്ങനെയാവും എന്ന് കാണാൻ നമുക്കൊരാഗ്രഹമുണ്ട്. ഈ പറയുന്ന മഞ്ഞുമൽ ബോയ്സും ജാനുവനെ കണ്ടിട്ട് നിൽക്കുമ്പോ പല പല ജോണർ കോമഡി ഭയങ്കര ആഗ്രഹം ഉണ്ടല്ലേ? ഗിരീഷേടി ടൈപ്പ് ഒരു സിനിമ ചിദംബരത്തിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമോ? അയ്യോ അതെന്ത് ടൈപ്പാണെന്ന് എനിക്കറിയില്ല. കുറച്ചും കൂടെ എന്താ പറയാ നയലിസ്റ്റിക് ആയിരിക്കും. വെച്ചാല് അറിയില്ല, കുറച്ചും കൂടെ ഡ്രൈ കോമഡി ആയിരിക്കും. ഡ്രൈ ആയിരിക്കും. നമ്മുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് പോയിന്റ് ചെയ്യുന്ന കോമഡികളായിരിക്കും. ജാനമനിലത്തെ കോമഡീസ് അങ്ങനെയാണല്ലോ. കോമഡി ആണെങ്കിൽ അതിന്റെ ഉള്ളിൽ ഒരു ഭയങ്കര സഫറിങ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ കോമഡികളായിരിക്കും ചെയ്യുന്നത്. പക്ഷെ എനിക്ക് നല്ല കോമഡി, കാരണം കോമഡി എഴുതണമെങ്കിൽ ആദ്യം നമുക്ക് മനസ്സിൽ കുറച്ച് കോമഡിയൊക്കെ പറയാനുള്ള ഒരു മൈൻഡ് സെറ്റ് വേണം. ആ മൈൻഡ് സെറ്റിലേക്ക് എത്തുമ്പോൾ കോമഡി കുറച്ച് ചെയ്യും. ഫർസാനയ്ക്ക് എന്ത് ടൈപ്പ് ക്യാരക്ടറുകളാണ് ഇനി ഫ്യൂച്ചറിൽ ചെയ്യാൻ താല്പര്യം? എനിക്ക് എല്ലാം ചെയ്യണം. എന്നെ ചാലഞ്ച് ചെയ്യുന്ന ഒരു as long as it's new. ഇതിലും വലിയ ചാലഞ്ച് ചെയ്യുന്ന ഒരു കഥാപാത്രം ഇനി അടുത്ത് കിട്ടില്ല. അതറിയില്ല. പക്ഷെ കോമഡി എന്തായാലും ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഒരു കമ്മിങ് ഓഫ് ഏജ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. റൊമാൻസ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് എല്ലാം ചെയ്യണം. റോംകോം ആണെങ്കിൽ ആരായിരിക്കും ഇഷ്ടപ്പെട്ട കോ ആക്ടർ? ഓഫ് അയ്യോ വേണ്ട അടുത്ത പ്രാവശ്യം പറയാം. മനസ്സിൽ ആദ്യം വന്നത് മമ്മൂക്ക ലാലേട്ടൻ. അപ്പൊ പിന്നെ എനിക്ക് പിന്നെ വേണ്ട മമ്മൂക്ക ലാലേട്ടനും അത് മതി. മഞ്ഞുമൽ ബോയ്സ് ലോഞ്ച് ചെയ്തതിന് ശേഷം എല്ലാ ഭാഷകളിൽ നിന്നും മറ്റു ഭാഷകളിൽ നിന്നൊക്കെ ചിദംബരത്തിനെ അഡ്രസ്സ് ചെയ്യാൻ തുടങ്ങി. അവിടെയൊക്കെ ഇന്റർവ്യൂസിൽ ചിദംബരം ഭയങ്കരമായി വ്യൂവേഴ്സ് ഉണ്ടാകാൻ തുടങ്ങി. അപ്പോൾ അത്തരം ഒരു സിനിമയെ അത്രയൊരു ഗ്ലോബൽ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാന്ന് പറയുന്നത് സെക്കൻഡ് പടമാണ്. ആ ഒരു സാധ്യതയും ഒക്കെ എങ്ങനെയാ തോന്നിയത്? സാധ്യത നമുക്ക് തോന്നിയതല്ല, സിനിമ തന്നെ അങ്ങ് പോയതാണ്. നമ്മളങ്ങനെ പിടിവിട്ട് പോയതാണ്. സിനിമ കയ്യിൽ പോയി. നമ്മളെ ഇടയ്ക്ക് വിളിച്ചു പടം കയ്യിൽ പോയി എന്ന് പറയുന്നത് അതായത് സിനിമ തന്നെ ട്രാവൽ ചെയ്തതാണ്. അല്ലാണ്ട് നമ്മൾ അതിന് വേണ്ടി അത് അവിടെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്നില്ല. മഞ്ഞുമല്ലിൽ ഹാപ്പൻ ചെയ്തായിട്ട്
അപ്പൊ ഇനിയുള്ള പടങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഉള്ള സാധ്യതകളും മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കാം. പക്ഷെ മഞ്ഞുമല നമ്മൾ അങ്ങനെ പ്രവർത്തിച്ചിട്ടില്ല. മഞ്ഞുമല തന്നെ പോയി അതിന്റെ വഴി അത് തന്നെ കണ്ടുപിടിച്ചതാണ്. അതിൽ ഓരോ ഡീറ്റെയിലിങ്ങിനെ പറ്റി ചിദംബരം സംസാരിക്കണ കണ്ടിട്ടുണ്ട്. അതിന്റെ സൗണ്ട് ഡിസൈനിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് കേവിന്റെ ഉള്ളിലുള്ള സൗണ്ട് ഡിസൈനിലേക്ക് ആ വേരുകൾ പോകുന്ന ശബ്ദവും അവര് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പം എന്താ ബേർപ്പ് സൗണ്ടും ഒക്കെ സൗണ്ട് ഡിസൈനിൽ ഉൾപ്പെടുത്തിയിരുന്നു. അത്രയധികം എങ്ങനെയാ അതിനെ ഡീപ്പായിട്ട് മനസ്സിലാക്കുക? അതുപോലെ എന്തൊക്കെയാ അതിൽ ഡീപ്പായിട്ട് നോക്കിയിട്ടുള്ള കാര്യങ്ങൾ? കുറച്ച് കാലമായിട്ട് മറന്നുപോയി. എന്താ പറയാ, സൗണ്ട് ഡിസൈൻ ഭയങ്കര. ഞാൻ ആ കേവിനെ തന്നെ ഒരു ബീയിങ് ആയിട്ടാണ് നമ്മളതിൽ, കേവിന് ഒരു ക്യാരക്ടറായിട്ട് നിർത്തി. കേവ് ഒരു ലിവിങ് ബീയിങ് ആയിട്ട് തന്നെയാണ് നമ്മൾ അതിൽ ചിത്രീകരിച്ചത്. അതാണ് അതിന്റെ കാണിക്കുമ്പോൾ ഒരു കേവ് കുറെ കാലം ഭക്ഷണം കഴിച്ചിട്ട് അതിന്റെ ഒരു ബേർബ്സും സൗണ്ടും അങ്ങനെ തന്നെയാണ് കേവിന് ഒരു. അതുകൊണ്ടാണ് ലാസ്റ്റ് സീൻ കേവിൽ തന്നെ എൻഡ് ചെയ്തത്. കാരണം എത്രയോ മഞ്ഞുമൽ ബോയ്സ് വന്നു പോകുന്നു, ആരൊക്കെ അവിടെ കൊത്തി വരച്ച് പോകുന്നു. ബട്ട് ദ കേവ് ഈസ് ഏൻഷ്യൻ മോർ ദാൻ എനിവൺ. എത്ര ആൾ പോയാലും അവിടെ ഉണ്ടാവും. അപ്പോൾ ബി റെസ്പെക്ട്ഫുൾ ടു മദർ നേച്ചർ ആൻഡ് അവിടെ ഒരു കുറച്ച് റെസ്പെക്ട് വേണം എന്നുള്ളത് തന്നെയാണ് പടത്തിന്റെ ഒരു മെസ്സേജ് എനിക്ക് തോന്നുന്നു. സോ അതിന്റെ ഡിസൈനിൽ അപ്പോൾ അതിനെ പറഞ്ഞ ഒരു ക്രീച്ചർ പോലെ തന്നെ അതിനെ കൺസിഡർ ചെയ്യണം. പിന്നെ കേവിന്റെ അകത്തുള്ള റിവേർബ് അതെല്ലാം എനിക്ക് അപ്പോഴാണ് ആ കേവ് കുറച്ചുകൊണ്ട് ബിലീവബിൾ. അപ്പോൾ ഞാൻ എല്ലാം പറയുന്നതാണ് ഓഡിയോസ് 50% വീഡിയോ. അപ്പോൾ അത് ഒരു മ്യൂട്ടായിട്ട് കാണുമ്പോഴും പക്ഷെ ആ സൗണ്ട് ഡിസൈനിലും കാണുമ്പോഴും രണ്ട് എഫക്റ്റ് ആണ്. സൗണ്ട് ഡിസൈൻ ഓൾവേസ് ബാലനിലും സൗണ്ട് ഡിസൈൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ പടം കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ എനിക്ക് ഇങ്ങനത്തെ ഐഡിയാസ് വരുന്നത് എൻ്റെ സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് എനിക്ക് ഐഡിയാസ് തരുന്നത്. എനിക്കാകെയുള്ള ഫസ്റ്റ് വരുന്നുണ്ട് സൗണ്ട് ഐഡിയ മറ്റേ കല്ല് വീഴുന്നു ടുക് 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 ടുക്. അപ്പം ആ സൗണ്ടിൽ കൂടിയാണ് നമ്മൾ ഒരു കേവിന്റെ ഡെപ്തിനെ പറയിക്കുന്നത്. അപ്പം അതൊരു പുതിയ ടൂളായിട്ട് അവർക്ക് തോന്നി. അപ്പോൾ അങ്ങനെ തന്നെയാണ് ദെൻ വി സ്റ്റാർട്ട് ട്രിപ്പിംഗ് ഓൺ സൗണ്ടിലൊക്കെ എങ്ങനെയൊക്കെ അത് അറ്റ്മോസ്ഫിയറിന്റെ ഫുൾ സാധ്യതകൾ യൂസ് ചെയ്യാം, എങ്ങനെ അറ്റ്മോസ്ഫിയർ കൊണ്ടുവരാന്നുള്ളത് അങ്ങനെയാണ്. സുഷിൻ പറഞ്ഞ ഓർക്കുന്നു, ഈ എന്തിനാ ഇത്രയധികം മ്യൂസിക് എന്ന് തോന്നി വളരെ കുറച്ച് മ്യൂസിക് യൂസ് ചെയ്ത ഒരു സിനിമയാണ് ബാലൻ എന്നുള്ളത്. അപ്പം മിനിമൽ ആയിട്ട് അതിനെ എങ്ങനെ നിർത്താം എന്നുള്ളത്. സുഷിൻ അങ്ങനെ ഒരു ഡിമാൻഡിങ് വെച്ചപ്പം എന്താ തോന്നിയേ? അത് അവരുടെ അങ്ങനെയല്ല. അത് ഓഫ്കോഴ്സ് എനിക്ക് വേണ്ടടുത്ത് ഞാൻ പറയും എനിക്ക് ഇവിടെ സ്കോർ വേണം, വേണ്ടടുത്ത് ഓഫ് ചെയ്യാൻ പറയും. ബാക്കിയെല്ലാം ഹീ നോസ്. ആൻഡ് മ്യൂസിക് എന്ന് വെച്ചാൽ മ്യൂസിക് ഒരിക്കലും ഒരു ഡിപ്പാർട്ട്മെന്റും മൊത്തം സിനിമയിൽ നിന്ന് പുറത്തേക്ക് നിൽക്കരുന്നുള്ളൊരു സിനിമാറ്റോഗ്രാഫി ആയാലും ആർട്ട് ഡയറക്ഷൻ ആയാലും മ്യൂസിക് ആയാലും സിനിമയുടെ പുറത്തേക്ക് നിന്ന് കഴിഞ്ഞാൽ അത് സിനിമയുടെ പരാജയം. അപ്പൊ അങ്ങനെയാണ് എല്ലാ ഡിപ്പാർട്ട്മെന്റും അവർക്കും ദേ വിൽ നോ ആൻഡ് എവറി ക്രാഫ്റ്റ് ഷുഡ് ബി ഇൻവെസിബിൾ. എല്ലാം സിനിമയുടെ ടോട്ടാലിറ്റിയിലേ അത് കാണാവും. ഗണപതി ആസ് എ കാസ്റ്റിംഗ് ഡയറക്ടർ എങ്ങനെയുണ്ടായിരുന്നു? നല്ലതല്ലേ? കാസ്റ്റ് ചെയ്തില്ല? കംപ്ലീറ്റ്ലി എന്താ പറയാ, എന്റെ ട്രാജക്ടറി തന്നെ ചേഞ്ച് ചെയ്തു. ആളെങ്ങനെയാ ചൂസ് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയർ ഒന്ന് പറയോ? കണ്ടപ്പോ എന്ത് ചെയ്യിപ്പിച്ചു, എങ്ങനെയായിരുന്നു? കണ്ടപ്പോൾ എങ്ങനെ ചെയ്യിപ്പിച്ചു? നമ്മൾ നോർമൽ ഓഡിഷൻസ് നടത്തുന്ന പോലെ തന്നെ ഒരു എന്താ പറയുക, ഒരു മോണലോഗ് അല്ലെങ്കിൽ ഒരു സീൻ തരും. ഇത് ചെയ്തോ, ചിലപ്പോൾ ഒരു ചെറിയൊരു ബ്രീഫ് എന്തെങ്കിലും തരും. പക്ഷെ അതല്ലാണ്ട് വലിയ ഒന്നുമില്ല. ലെറ്റ് യു പ്ലേ. ഗണപതി ചൂസ് ചെയ്യുന്ന ആളുകൾ ചിദംബരത്തിന് എപ്പോഴും ഓക്കെ ആവാറുണ്ടോ? ഇപ്പൊ മഞ്ഞുമല്ലിലും അതൊരു പ്രോസസ്സാണല്ലോ കാസ്റ്റിംഗ്. ഒരു ലിസ്റ്റ് വരും, അതിങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് റിജക്ട് ചെയ്ത് കുറച്ചപ്പോൾ അവൻ എന്നോട് ദേഷ്യം വരും, എന്താണ് ഇവനൊന്നും ഇഷ്ടപ്പെടാത്തെന്നുള്ളത്. അപ്പോൾ അതാണ്. അല്ലാണ്ട് ഒറ്റയടിക്ക് കുറേ റിജക്ഷൻ എല്ലാം, കാരണം ഫിൽറ്ററിങ് ആണല്ലോ കാസ്റ്റിംഗ്. ഫിൽറ്റർ ചെയ്ത് പിന്നെ കുറേ ബാലൻ ഭയങ്കര ഷൂട്ട് തുടങ്ങാറാകുമ്പോഴാണ് ഇവരൊക്കെ ഫിക്സ് ആവുന്നത്. അപ്പോഴേക്കും അതിന്റെ ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. എന്താണ് കേരളത്തിൽ പിള്ളേരില്ല, കേരളത്തിൽ നടിമാരില്ല, അങ്ങനെയൊക്കെ ഞാൻ ചോദിക്കുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ വരും. അപ്പൊ അതിനകത്തെ ഒരു പ്രോസസ്സാണത്. ഈ മഞ്ഞുമൽ ബോയ്സിൽ അത്രയും റിയൽ ക്യാരക്ടേഴ്സിന് അതേ രൂപം വരുന്ന രീതിയിൽ പിക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കിയപ്പം എല്ലാം അതുപോലെ തന്നെയാണെന്നുള്ള കോൺഫിഡൻസ് തന്നെയാണോ പടം ഷൂട്ട് ആരംഭിച്ചത്? ഇത് ബാലൻ അല്ല നമ്മുടെ മഞ്ഞുമൽ ഓൾമോസ്റ്റ് അവർ സെയിം ആണ്. മഞ്ഞുമൽ ഞാൻ അവരെ എക്സാക്ട് ഫേഷ്യൽ സിമിലാരിറ്റി ഒക്കെ ആണ്, ആ എനർജിയുടെ ഇതാണ് ഞാൻ നോക്കിയത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒറിജിനൽ മഞ്ഞുമൽ ബോയ്സിനെയും നമ്മള് ആക്ടർ മഞ്ഞുമൽ ബോയ്സിനെ ഒരുമിച്ച് കുറെ പ്രാവശ്യങ്ങളിൽ ഞാൻ ഒരുമിച്ച് കൊണ്ടുവരും. ദെൻ വി സ്പെൻഡ് എ ഹോൾ നൈറ്റ് ടുഗദർ. അപ്പോൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ കറസ്പോണ്ടിങ് കറക്റ്റായിട്ട് മിങ്കിൾ ചെയ്യാം, കുറെ സംസാരിക്കാം. അപ്പൊ അങ്ങനെയാണ് അതിന്റെ പ്രോസസ്. അതിന്റെ കഥ എഴുതുന്നത് മുന്നാണോ ഈ ഓരോരുത്തരെയും വിളിച്ച് സംസാരിച്ചിരുന്നു? അതെ, അതെല്ലാം വിളിച്ച് സംസാരിച്ച് ഡോക്യുമെന്റ് ചെയ്ത് പിന്നെ നമ്മൾ കേവിന്റെ അതൊക്കെ പോയിട്ടാണ് നമ്മൾ സ്ക്രീൻ പ്ലേയിലേക്ക് കയറിയത്. അപ്പോഴേ എനിക്കൊരു ഐഡിയ ഉള്ള എന്താ സംഭവിച്ചത്. ഈ ആ കേവിന്റെ മൊത്തം പരിപാടിയും കൂടി ഒന്ന് പറയാം. അതിപ്പോ ഷൂട്ട് നടന്നത് എത്രത്തോളം ഒറിജിനൽ കേവിൽ, നമ്മുടെ സെറ്റ് എവിടെ എത്രത്തോളം മാറ്റി ചെയ്തു? ഇറങ്ങി ഷൂട്ട് മൊത്തം പടത്തിന്റെ ഒരു കേവിന്റെ പോർഷൻസ് ഒരു 70-80% നമ്മൾ ബിൽഡ് ചെയ്ത കേവിലാണ്. ബാസി ന്യൂഡായിട്ട് ഇങ്ങനെ ഇറങ്ങി വന്ന് എന്നിട്ട് അവര് പോലട എന്ന് പറയുന്ന ഒരു സീക്വൻസിൽ അത് റിയൽ മഞ്ഞുമൽ ഗുണ കേവാണ്.
അതെനിക്ക് ഒരു സീക്വൻസ് എങ്കിലും അവിടെ ഷൂട്ട് ചെയ്യണമെന്ന് എനിക്ക്, കാരണം ഭയങ്കര ഡേഞ്ചറസ് അല്ലോ. എന്നിട്ട് നമ്മൾ അത്ര റിസ്ക് എടുത്ത് ഷൂട്ട് ചെയ്യണം, ഒരു സീനെങ്കിലും ദ റിയൽ കേവ്സിൽ വേണമെന്നുള്ളതാണ്. പിന്നെ അവർ ഇറങ്ങിപ്പോകുന്ന ക്ലിഫെല്ലാം ഒറിജിനലാണ്, അതെല്ലാം ഭയങ്കര ഹൈലി ഡേഞ്ചറസ് പ്ലേസ് ആണ്. ആ ക്ലിഫിന്റെ അറ്റത്ത് നമ്മൾ ജിബ് ഇടണം എന്ന് പറഞ്ഞപ്പോൾ ജിബ്ബർ എന്നെ ഒരു നോട്ടം നോക്കി, ഇവിടെ ജിബ് ഇടണമല്ലേ. ജീവൻ പടയം അപ്പോൾ പക്ഷെ എന്നിട്ട് പറഞ്ഞു, അപ്പോൾ അവർക്കൊരു വാശ എന്ന് ഇട്ടുകളയെന്നിട്ട് നമ്മളവിടെ പ്ലാറ്റ്ഫോം അടിച്ചിട്ട് ക്യാമറ ഇരിക്കുന്നത് ഒരു പുറത്തേക്കാണ്, ആ പില്ലറിന്റെ പുറത്തേക്ക്, പില്ലർ ബോക്സിന്റെ പുറത്തേക്കാണ്. അപ്പോൾ ഒരു ബാലൻസ് ഇവിടെ വെയിറ്റ് കൗണ്ടർ വെയിറ്റ് തരത്തില്ലെങ്കിൽ മൊത്തം അങ്ങോട്ട് പോകും. അപ്പോൾ അങ്ങനെ ഭയങ്കര റിസ്ക് എടുത്തിട്ടാണ് അത്. എല്ലാ ദിവസവും രാവിലെ നമ്മൾ 5 മണിക്ക് ഇറങ്ങി ഒരു 8 മണിയാകുമ്പോൾ തീർക്കണം, രാവിലെ 8 മണിക്ക് 8:30 ആകുമ്പോൾ തീർക്കണം, തിരിച്ച് കയറണം. നമ്മുടെ സെറ്റിങ്ങിന് തന്നെ ടൈം എടുക്കില്ലേ, അത് എങ്ങനെയാ? നമ്മൾ സെറ്റ് ചെയ്യുക, ഒരു ദിവസം സെറ്റ് ചെയ്യുക, പിറ്റേ ദിവസം ഷൂട്ട് ചെയ്യുക, കുറച്ചെടുക്കുക, പറ്റുക, അങ്ങനെ എല്ലാ ദിവസവും നമ്മൾ ട്രക്ക് ചെയ്ത് ഇറങ്ങണം. എല്ലാ ദിവസം കയറി എക്യുപ്മെന്റ് ആയിട്ട് തിരിച്ച് കയറുക. അപ്പോൾ നമ്മളിങ്ങനെ ഫുൾ ഒരു കോൺട്രാക്ട് ആൾ നിൽക്കും, സാധനങ്ങൾ പാസ് ചെയ്ത് പിന്നെ എല്ലാ ദിവസവും അത് എത്തും. ഒരു മണിക്കൂറത്തേക്ക് ഉണ്ട്, പിന്നെ 1 മണിക്ക് രാവിലെ 9 മണിക്ക് ടൂറിസ്റ്റുകൾ വരുന്നതിന് നമ്മൾ ഇറങ്ങണം. അപ്പോൾ അങ്ങനെ അത്രയും കൂടെ. ബാക്കി സെറ്റാണ്. സെറ്റിന് 3 പീസായിരുന്നു, മെയിൻ ചേംബർ, പിന്നെ കുഴി 3 പീസായിട്ടാണ് ചെയ്തത്. അതിന് അവിടെ നിന്ന് ഒറിജിനൽ കല്ലുകൾ എടുത്തിരുന്നു പറഞ്ഞു കേട്ടു. ഒറിജിനൽ കല്ലുകളുടെ ഇത് മോൾഡ് എടുത്തിരുന്നു. ചില കല്ല് കൊണ്ടുവന്നാൽ അത് പ്രശ്നമാവും, കൊണ്ടുവരാനത് പറയാം. നമ്മളവിടുന്ന് കുറച്ച് വേസ്റ്റ് എടുത്തിരുന്നു, കാരണം ആ ടൂറിസ്റ്റുകളുടെ വേസ്റ്റ്, പിന്നെ അവിടുത്തെ യുക്കാലി മരങ്ങളുടെ ആ അടുത്ത് കിടന്ന അടിയിൽ കിടക്കുന്ന, കാരണം അത് ആണ് നമ്മളവിടെ ഫ്ലോറിൽ യുക്കാലി, കാരണം അവിടുത്തെ നമ്മളെ ഇലകളെല്ലാം ഭയങ്കര, നമ്മളിവിടുത്തെ പ്ലാവും മാവും കൊണ്ട് ഇടാൻ പറ്റില്ല, അവിടെ ഇല്ല. അപ്പം യുക്കാലി, പിന്നെ പൈൻ, സൗക്കുമരം, അങ്ങനെ എല്ലാത്തിൻ്റെയും ഫോളിയേജ് എടുത്തിട്ടാണ് നമ്മൾ അതിൻ്റെ ചെയ്തത്. അപ്പൊ കുറെ പ്രാണികളും വന്നിരുന്നു, പുഴു. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു ആവാസ വ്യവസ്ഥയായി. പുതിയ കേവ് നോക്കുമ്പോൾ പുതിയ ജീവികൾ, പുതിയ സ്ഥലങ്ങൾ വരുന്നു. അങ്ങനെ ബാലനിലേക്ക് വരുമ്പോൾ അദ്ദേഹം തന്നെയാണല്ലോ ആർട്ടിലേക്ക് വരുന്നത്. അപ്പം ഇവിടെ എന്താ നിങ്ങൾക്ക് അതുപോലെ ചെയ്യാൻ പറ്റിയത്? ഇവിടെ കുറച്ചും കൂടെ ഇൻവിസിബിൾ ആണ് ആർട്ട്. മിക്ക സിനിമകളും ഇൻവിസിബിൾ ആയിരിക്കും, കാരണം മഞ്ഞുമ്മൽ ആ ഒരു കേവ് എന്ന് പറയാനുള്ള ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഇതിൽ എല്ലാ ഫ്രെയിമിലും ഡിസൈൻ ഉണ്ട്. കാരണം നമ്മൾ വെറുതെ ഒരു ഫ്രെയിമിൽ അതിലൊരു ഡിസൈൻ ഉണ്ട്. അപ്പോൾ അതിനാണ് പ്രൊഡക്ഷൻ ഡിസൈൻ. അപ്പോൾ അതിനൊരു കളർ പാലറ്റ്, ഒരു ഡിസൈൻ, ആ ഡിസൈനെ ചെറിയൊരു മൂഡിന് ഇൻവോക്ക് ചെയ്യണം, അതിനൊരു കണ്ടിന്യൂറ്റി വേണം. അത് ത്രില്ലർ ആകുമ്പം എല്ലാ വീടിൻ്റെയും കളേഴ്സ്, പെയിന്റ്, അതെല്ലാം കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം സൂപ്പർവൈസ് ചെയ്യാൻ തന്നെയാണ് അജയൻ്റെ ചെയ്യേണ്ടത്. കാരണം മോർ ഇൻവിസിബിൾ ആവുന്ന അത്രയും ടഫാണ് സാധനങ്ങൾ ചെയ്യാൻ. ജാനമനിലുണ്ടായിരുന്ന നിങ്ങളുടെ ക്രൂ അല്ല മഞ്ഞുമൽ ബോയ്സിലേക്ക് വരുമ്പോൾ അതേ ടീമിന് പക്ഷേ ബാലനിൽ വരുമ്പോൾ നിലനിർത്താണ്. അപ്പം ഈ ഒരു ടീം തരുന്ന ഒരു കോൺഫിഡൻസ്, നേരത്തെ ഫർസാന പറഞ്ഞ പോലെ ഈ ഒരു ടീം കൊടുക്കുന്ന ഒരു വിശ്വാസം, അത് ഇനിയുള്ള തുടർന്നുള്ള സിനിമകളിലും ഈ ഒരു ടീമിനൊപ്പം നിർത്തുക. അല്ല, അങ്ങനെയല്ലേ എൻ്റെ ആഗ്രഹം. പക്ഷെ എല്ലാവർക്കും വേറെ, ഇപ്പോൾ ഷൈജുക്ക് എന്നൊക്കെ പറഞ്ഞ ഒരു 4 എല്ലാവരും ഡേറ്റ് ഒത്ത് വരണം. ഓഫ് കോഴ്സ് എനിക്ക് ഭയങ്കര കംഫർട്ടാണ്. പിന്നെ എല്ലാവരും എന്നെക്കാളും സീനിയറും വലിയ എക്സ്പീരിയൻസ്ഡും ആണ്. അപ്പോൾ എൻ്റെ ലിമിറ്റേഷൻ ഇല്ല അതിൽ, കാരണം എൻ്റെ തോട്ടിന് ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും. അപ്പം അത് ഷൈജുക്കോട് പറയുമ്പോൾ ഷൈജുക്ക് അതിനൊരു പ്ലസ് ഒരു സാധനം തരും. അജയേട്ടൻ ചിലപ്പോൾ ഇതിങ്ങനെ ഇപ്പോൾ അങ്ങനെ ഒരു കൊളാബറേറ്റീവായിട്ടും എനിക്ക് ഭയങ്കര ലേണിംഗ് ആണ് അതിന്. when I work with senior people who know better than me. ഓക്കെ, എന്തായാലും ബാലൻ ഒരു തിയേറ്ററിൽ ഒരു ഗംഭീര അനുഭവമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരു സീറ്റഡ് ത്രില്ലറായി നിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത് ഫർസാനയുടെ നല്ലൊരു തുടക്കമാവട്ടെ, ഇനി ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ കാണാനാവട്ടെ എന്നും ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.